എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. 2026 IPL-ലെ 37ാം മത്സരം ചെന്നൈയുടെ സ്വന്തം തട്ടകമായ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ അരങ്ങേറിയപ്പോൾ തങ്ങളുടെ പ്രിയപ്പെട്ട ചെന്നൈ സൂപ്പർ കിങ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ സ്വന്തം മണ്ണിൽ വെച്ച് നിലംപരിശാക്കുമെന്ന് തന്നെയാണ് ഓരോ CSK ആരാധകനും ഉറച്ചു വിശ്വസിച്ചിരുന്നത്. എന്നാൽ പ്രതീക്ഷകൾക്ക് കടകവിരുദ്ധമായി അവിടെ സംഭവിച്ചത് കോടിക്കണക്കിന് വരുന്ന ആരാധകരുടെ ഹൃദയം തകർക്കുന്ന കാഴ്ചകളായിരുന്നു. ആദ്യം ബാറ്റ് ചെയ്ത ചെന്നൈ സൂപ്പർ കിങ്സിന് നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ വെറും 158 റൺസ് മാത്രമാണ് നേടാനായത്. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഗുജറാത്ത് ടൈറ്റൻസ് ആകട്ടെ ഈ ചെറിയ ലക്ഷ്യത്തിലേക്ക് ഗംഭീരമായ തുടക്കത്തോടെ കുതിച്ചെത്തി. ഋതുരാജ് ഗേക്വാദിന്റെ നായകത്വത്തിൽ ആ പഴയ മൂർച്ച ഇല്ലാതെ പോയപ്പോൾ തോൽവിയുടെ ഭാരം താങ്ങാനാവാതെ സോഷ്യൽ മീഡിയയിൽ ആരാധകരുടെ കടുത്ത രോഷം അണപൊട്ടി ഒഴുകി. എന്നാൽ യഥാർത്ഥ ഭൂകമ്പം സൃഷ്ടിക്കപ്പെട്ടത് മത്സരം ശേഷമുള്ള നിമിഷങ്ങളിലാണ്. ചെന്നൈയുടെ മുൻ നായകനും ഇതിഹാസ താരവുമായ തല MS ധോണി ടീമിന്റെ ഈ നാണംകെട്ട തോൽവിയിൽ തന്റെ നിശബ്ദത വെടിയുകയും തോൽവിയുടെ ഏറ്റവും കൈപ്പേറിയ 5 കാരണങ്ങൾ അക്കമിട്ട് നിരത്തിക്കൊണ്ട് നായകൻ ഋതുരാജ് ഗേക്വാദിന്റെ തന്ത്രങ്ങളെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. ധോണി ഗേക്വാദിന്റെ ക്യാപ്റ്റൻസിക്കെതിരെ തൊടുത്തുവിട്ട വാക്കുകളുടെ ശരങ്ങൾ ക്രിക്കറ്റ് ലോകത്തെ മുഴുവൻ ഇപ്പോൾ ഞെട്ടിച്ചിരിക്കുകയാണ്. മത്സരത്തിന്റെ കൈപ്പേറിയ അവസാനത്തിനു ശേഷം ചെപ്പോക്കിലെ ഡ്രസ്സിംഗ് റൂമിൽ ശ്മശാന മൂകത തളം കെട്ടി നിൽക്കുമ്പോൾ ടീമിന്റെ വഴികാട്ടിയായ MS ധോണിയുടെ മുഖത്ത് കടുത്ത നിരാശയും ഉത്കണ്ഠയും നിഴലിച്ചിരുന്നു. ഒരു മടിയും കൂടാതെ ടീമിന്റെ പ്രകടനത്തെ പോസ്റ്റ്മോർട്ടം ചെയ്ത ധോണി തോൽവിയുടെ ഒന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാരണമായി ചൂണ്ടിക്കാണിച്ചത് ബാറ്റിംഗിലെ ഇന്റന്റ് അഥവാ ആക്രമണോത്സുകതയുടെ പൂർണ്ണമായ അഭാവമാണ്. ആധുനിക T20 ക്രിക്കറ്റിൽ തുടക്കം മുതൽ തന്നെ എതിർ ബോളർമാർക്ക് മേൽ മാനസിക സമ്മർദ്ദം ചെലുത്തേണ്ടത് അനിവാര്യമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പന്ത് അല്പം തിരിഞ്ഞും സ്ലോ ആയും വരുന്ന ചെപ്പോക്കിലെ പിച്ചിൽ സഞ്ജു സാംസൺ പോലുള്ള ഒരു പരിചയസമ്പന്നനായ താരം 15 പന്തുകളിൽ നിന്ന് വെറും 11 റൺസ് എടുത്തു പുറത്തായത് ടീമിന്റെ മൊത്തത്തിലുള്ള ആവേശത്തെ കെടുത്തിക്കളഞ്ഞുവെന്ന് അദ്ദേഹം വ്യക്തമാക്കി. മധ്യനിര ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞത് ടീമിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ദുരന്തമായിരുന്നു. തോൽവിയുടെ രണ്ടാമത്തെയും ഏറ്റവും വിവാദപരവുമായ കാരണമായി ധോണി എടുത്തു കാണിച്ചത് സാക്ഷാൽ നായകൻ ഋതുരാജ് ഗേക്വാദിന്റെ മന്ദഗതിയിലായ ദിശാബോധമില്ലാത്ത ബാറ്റിംഗാണ്. കണക്കുകൾ പ്രകാരം ഗേക്വാദ് 74 റൺസ് എടുത്തു പുറത്താകാതെ നിന്നെങ്കിലും അതിനായി അദ്ദേഹം 60 വിലപ്പെട്ട പന്തുകളാണ് പാഴാക്കിയത് എന്ന കൈപ്പേറിയ സത്യം ധോണി തുറന്നടിച്ചു. ടീമുകൾ 200-ന് മുകളിൽ ലക്ഷ്യം വെക്കുന്ന ഈ കാലത്ത് ക്രീസിൽ നിലയുറപ്പിച്ച ഒരു ബാറ്റർ 123 എന്ന കുറഞ്ഞ സ്ട്രൈക്ക് റേറ്റിൽ കളിച്ചാൽ എങ്ങനെ എതിർ ടീമിന്റെ ബോളിംഗ് നിരയിൽ സമ്മർദ്ദം ചെലുത്താനാകുമെന്ന് ധോണി ചോദിച്ചു. ഗേക്വാദിന്റെ ഈ മെല്ലെപ്പോക്ക് മറ്റു ബാറ്റർമാരുടെ മേൽ റൺസ് കണ്ടെത്താനുള്ള അധിക സമ്മർദ്ദം ഏൽപ്പിക്കുകയും വിക്കറ്റുകൾ അതിവേഗം കൊഴിഞ്ഞുപോകാൻ കാരണമാവുകയും ചെയ്തു. മൂന്നാമത്തെ വലിയ കാരണമായി ധോണി വിരൽ ചൂണ്ടിയത് ടീം മാനേജ്മെന്റിന്റെയും തന്ത്രങ്ങളുടെയും പരാജയത്തിലേക്കാണ്. തെറ്റായ ടീം സെലക്ഷനും ബോളിംഗ് റൊട്ടേഷനുമാണ് ഇവിടെ വില്ലനായത്. നൂർ അഹമ്മദിനെ പോലുള്ള ഒരു ലോകോത്തര സ്പിന്നറെ ആക്രമണത്തിൽ കൊണ്ടുവരാൻ കാണിച്ച വലിയ കാലതാമസത്തിൽ അദ്ദേഹം കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചു. സ്പിന്നിനെ തുണയ്ക്കുന്ന പിച്ചിൽ പവർ പ്ലേക്ക് തൊട്ടു പിന്നാലെ നൂർ അഹമ്മദിനെ പന്തേൽപ്പിക്കണമായിരുന്നു. എന്നാൽ ഗുജറാത്ത് ബാറ്റർമാർ സെറ്റായതിനു ശേഷമാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നത്. നാലാമത്തെ പ്രധാന കാരണമായി ഡെത്ത് ഓവറുകളിലെ ടീമിന്റെ മോശം ഫിനിഷിംഗിനെ ധോണി ചൂണ്ടിക്കാണിച്ചു. ഒരു ഘട്ടത്തിൽ 170-180 റൺസിലേക്ക് എത്തുമെന്ന് തോന്നിയ ടീമിനെ ശിവം ഡ്യൂബെ, ജേമി ഓവർട്ടൺ തുടങ്ങിയ വമ്പനടിക്കാർ നിർണായക സമയത്ത് കുറഞ്ഞ റൺസിന് പുറത്തായത് വല്ലാതെ ബാധിച്ചു. അവസാന 5 ഓവറുകളിൽ റൺസ് ഒഴുകാതിരുന്നത് തോൽവിയുടെ ആഴം കൂട്ടി. അവസാനമായി അഞ്ചാമത്തെ കാരണമായി ധോണി എടുത്തു പറഞ്ഞത് മൈതാനത്തെ മോശം ക്യാപ്റ്റൻസിയും അലസമായ ഫീൽഡിംഗുമാണ്. CSK എക്കാലവും അറിയപ്പെടുന്ന ആ ഊർജ്ജവും ചുറുചുറുക്കും ഇന്ന് ഫീൽഡിംഗിൽ ഒട്ടും കണ്ടില്ല. ക്യാച്ചുകൾ കൈവിട്ടതും ബൗണ്ടറികളിലെ അയഞ്ഞ ഫീൽഡിംഗും ശുഭ്മാൻ ഗിൽ, സായി സുദർശൻ തുടങ്ങിയ ബാറ്റർമാർക്ക് അനായാസം റൺസ് കണ്ടെത്താൻ വഴിയൊരുക്കി. തോൽവിയുടെ സാങ്കേതിക കാരണങ്ങൾ വിശകലനം ചെയ്തതിനു പുറമെ ഗേക്വാദിന്റെ നേതൃത്വ പാടവത്തിനും മൈതാനത്തെ തീരുമാനങ്ങൾക്കും നേരെ ധോണി തൊടുത്തത് അതിരൂക്ഷമായ വിമർശനമാണ്. എല്ലാം ശരിയായി നടക്കുമ്പോഴല്ല, മറിച്ച് ടീം പ്രതിസന്ധിയിലാകുമ്പോഴാണ് ഒരു നായകന്റെ യഥാർത്ഥ പരീക്ഷണമെന്ന് ധോണി ഒട്ടും മയമില്ലാതെ പറഞ്ഞു. സ്വന്തം വ്യക്തിഗത റൺസ് കൂട്ടാൻ ക്രീസിൽ സമയം ചിലവഴിക്കുന്നതിനു പകരം മുന്നിൽ നിന്ന് നയിക്കുക എന്നതാണ് ഒരു ക്യാപ്റ്റന്റെ ധർമ്മം. ബോർഡിൽ 158 എന്നുപോലൊരു ചെറിയ സ്കോർ മാത്രമുള്ളപ്പോൾ ഫീൽഡിംഗ് ക്രമീകരിക്കുന്നതിലും ബോളർമാരെ മാറ്റുന്നതിലും കാണിക്കേണ്ട ആ ആക്രമണോത്സുകത ഇന്ന് പൂർണ്ണമായും അപ്രത്യക്ഷമായിരുന്നു. നൂർ അഹമ്മദിനെ പോലുള്ള ഒരു മാച്ച് വിന്നറെ മത്സരം ഏറെക്കുറെ കൈവിട്ടുപോയതിനു ശേഷം മാത്രം പന്തേൽപ്പിക്കുന്നത് ക്യാപ്റ്റൻസിയുടെ വലിയൊരു പരാജയമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കഴിഞ്ഞ 1.5 പതിറ്റാണ്ടായി CSK കെട്ടിപ്പടുത്ത വലിയ പാരമ്പര്യം വ്യക്തിഗത റെക്കോർഡുകളിലൂടെയല്ല, മറിച്ച് സമ്മർദ്ദത്തിന്റെ അഗ്നിപരീക്ഷകളിൽ സ്വയം ഉരുകി ശരിയായ സമയത്ത് ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നതിലൂടെയാണെന്ന് ഗേക്വാദ് വളരെ ആഴത്തിൽ മനസ്സിലാക്കണമെന്ന് ധോണി മുന്നറിയിപ്പ് നൽകി. ധോണിയുടെ ഈ സ്ഫോടനാത്മകമായ പ്രതികരണം പുറത്തുവന്ന
ഉടനെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അതൊരു കാട്ടുതീ പോലെ പടരുകയും ക്രിക്കറ്റ് ലോകത്തെ 2 തട്ടുകളാക്കുകയും ചെയ്തു. ഗേക്വാദ് 60 പന്തിൽ നേടിയ 74 റൺസിനെ പ്രതിരോധിച്ച് അദ്ദേഹമാണ് ടീമിന്റെ ഏക രക്ഷകനെന്ന് ചില വിശ്വസ്ത ആരാധകർ വാദിക്കുന്നുണ്ടെങ്കിലും ഭൂരിപക്ഷം ക്രിക്കറ്റ് നിരീക്ഷകരും ആരാധകരും ധോണിയോട് പൂർണ്ണമായി യോജിക്കുകയാണ്. ഗേക്വാദിന്റെ ആ മെല്ലെപ്പോക്ക് ചെന്നൈയെ കുറഞ്ഞത് 20-30 റൺസ് പിന്നിലാക്കിയെന്ന് അവർ വിശ്വസിക്കുന്നു. ഇത് ബോളർമാർക്ക് പ്രതിരോധിക്കാൻ ആവശ്യത്തിനുള്ള റൺസ് ഇല്ലാതെയാക്കി. മറുവശത്ത് ഗുജറാത്ത് ഓപ്പണർ ശുഭ്മാൻ ഗിൽ നേടിയ 33 റൺസിന്റെ ചെറിയ എന്നാൽ അതിശക്തമായ ഇന്നിംഗ്സും സായ് സുദർശനൊപ്പമുള്ള കൂട്ടുകെട്ടും പവർ പ്ലേയിൽ തന്നെ ചെന്നൈ ബോളർമാരുടെ കഥ കഴിച്ചു. ഇത് ഗേക്വാദിന്റെ പ്രതിരോധത്തിലൂന്നിയുള്ള സമീപനത്തിന്റെ സകല പോരായ്മകളും തുറന്നുകാട്ടി. IPL 2026 പ്ലേ ഓഫ് സാധ്യതകൾ നിലനിർത്തണമെങ്കിൽ CSKയുടെ മുഖമുദ്രയായിരുന്ന ആ പഴയ കില്ലർ ഇൻസ്റ്റിങ്ക്റ്റും ആക്രമണോത്സുകതയും ഗേക്വാദ് അടിയന്തരമായി തന്റെ ക്യാപ്റ്റൻസിയിലേക്ക് തിരിച്ചുകൊണ്ടുവരണമെന്ന് ധോണി ഉറച്ചു വിശ്വസിക്കുന്നു. ആദ്യം ജയ്പൂരിലെ സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിലും ഇപ്പോൾ സ്വന്തം തട്ടകമായ ചെപ്പോക്കിലും നേരിട്ട ഈ നാണം കെട്ട തോൽവികൾക്ക് ശേഷം ബാറ്റർ എന്ന നിലയിലും നായകൻ എന്ന നിലയിലും സ്വയം തെളിയിക്കേണ്ട വലിയ മാനസിക സമ്മർദ്ദത്തിലാണ് ഋതുരാജ് ഗേക്വാദ് ഇപ്പോൾ. ധോണിയുടെ ഈ കൈപ്പേറിയ ഉപദേശം ക്രിയാത്മകമായി ഉൾക്കൊണ്ട് അടുത്ത മത്സരത്തിൽ ഒരു പുതിയ അവതാരമായി അദ്ദേഹം തിരിച്ചുവരുമോ എന്ന് കണ്ടറിയണം. അവസാനമായി ഇപ്പോഴുള്ള ക്യാപ്റ്റൻസിയിൽ സംതൃപ്തനല്ലാത്ത ധോണി ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് വ്യക്തിപരമായി തോന്നുന്ന ഒരു പ്രധാന കാര്യമുണ്ട്. CSKയുടെ നായകസ്ഥാനത്തേക്ക് സഞ്ജു സാംസനെ കൊണ്ടുവരാൻ ഇതിലും മികച്ചൊരു സമയമില്ല. ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ ടീമിനു വേണ്ടി അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനാവശ്യമായ അപാരമായ മികവും നേതൃത്വ പാടവവും സഞ്ജുവിനുണ്ട് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. സഞ്ജുവിന്റെ കൈകളിൽ ടീം കൂടുതൽ സുരക്ഷിതമായിരിക്കുമെന്നും അദ്ദേഹത്തിന് കീഴിൽ CSK പുതിയ ഉയരങ്ങൾ കീഴടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുമെന്നും എനിക്ക് തോന്നുന്നു, ധോണി കൂട്ടിച്ചേർത്തു. എന്തായാലും MS ധോണി ചൂണ്ടിക്കാണിച്ച ഈ 5 കാരണങ്ങൾ എത്രത്തോളം ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു? ഋതുരാജ് ഗേക്വാദിന്റെ ക്യാപ്റ്റൻസി ചോദ്യം ചെയ്യപ്പെടുകയാണെന്നും അദ്ദേഹത്തിന് പകരം സഞ്ജു ക്യാപ്റ്റനായി വരണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ വിലപ്പെട്ടവും നിർഭയവുമായ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.